ഹലോ, ഇന്നൊരു മേക്കപ്പ് ലുക്ക് ആയാലോ? അപ്പം കുറേ ആയില്ലേ എൻ്റെ മേക്കപ്പ് ലുക്കൊക്കെ ഒന്ന് കണ്ടിട്ട്. അപ്പോൾ എന്നും ഡെയിലി വ്ളോഗ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കാണുന്നത്. അപ്പോൾ ഇന്നൊരു മേക്കപ്പ് ലുക്ക് പിടിക്കാമെന്നും കരുതിയാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ എടുത്തത്. അങ്ങനെ കുറച്ച് ക്രീമും കാര്യങ്ങളൊക്കെ ഫേസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് പൊട്ടി അങ്ങനെയുള്ള ഐറ്റംസ് അല്ലെങ്കിൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നുമേ യൂസ് ചെയ്യുന്നില്ല കേട്ടോ. അല്ലാതെ നാച്ചുറലായ നമ്മുടെ സൺസ്ക്രീൻ ആയാലും മോയ്സ്ചറൈസർ ആണെങ്കിലും പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസ് കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇത് സിമ്പിളാണ് കേട്ടോ, ഒരുപാട് സാധനങ്ങളും ഒന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം, എല്ലാവരുടെയും കയ്യിൽ ഈ വക ഐറ്റംസ് എല്ലാം കാണുമല്ലോ. മസ്കാര കാണും, ഒരു ഐബ്രോ കാണും, പിന്നെ കാജൽ കാണും, ലിപ്സ്റ്റിക്ക് കാണും. ഇപ്പം എല്ലാവരുടെയും ലിപ്സ്റ്റിക്ക് ഉണ്ടല്ലോ, എല്ലാവരും യൂസ് ചെയ്യുമല്ലോ. അങ്ങനെയുള്ള കുട്ടി കുട്ടി ഐറ്റംസൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു അത്യാവശ്യം നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ക്രീമൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് കോമ്പാക്ട് പൗഡർ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, അല്ലാത്ത ടോൾക്കം പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒരു എന്താ ഒരു വെറ്റ്നെസ് മാറാൻ വേണ്ടി മാത്രം ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മസ്കാരയുടെ സംഭവമാണ് കേട്ടോ എടുക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ പുരികമൊക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു സ്മോക്കി ഐസ് ചെയ്താലോ എന്ന് ഇങ്ങനെ ഒന്ന് കൺഫ്യൂസ്ഡ് ആയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അത് ചെയ്യാനും കരുതിയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കാജൽ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം ആ ടൈമിലാണ് കേട്ടോ എൻ്റെ കയ്യിൽ മറ്റേ നമ്മുടെ ഐലൈനർ, അതാണെങ്കിൽ വാട്ടർ പ്രൂഫ് ആയിരുന്നു, എങ്ങനെയൊക്കെയോ സ്മഡ്ജ് പ്രൂഫും ആയിരുന്നു കേട്ടോ. എങ്ങനെയൊക്കെയോ അത് സ്മഡ്ജ് ആക്കിയിട്ട് ഞാനൊരു സ്മോക്കി ഒരു ലുക്ക് കൊണ്ടുവരാമെന്നും കരുതിയാണ് കേട്ടോ. ഇങ്ങനെയിട്ട് കണ്ണിട്ട് നന്നായിട്ടൊന്ന് തിരുമുന്നുണ്ട്. എൻ്റെ ഈ വീഡിയോയിൽ ഭയങ്കര പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും കാണില്ല കേട്ടോ, ഇത് എൻ്റേതായ ലുക്ക് മാത്രമാണ്. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് മേക്കപ്പിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ കുട്ടി കുട്ടി ഐറ്റംസ് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമാണ് കേട്ടോ ഈ ലുക്ക്. അല്ലാതെ കുറച്ച് ഈ പ്രോഡക്റ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മേക്കപ്പിൻ്റെ ആ ഒരു പ്രോഡക്റ്റ് ഒന്നും ഇല്ലാണ്ട് അത്യാവശ്യം ഒരു കൊച്ചൊരു ലുക്കാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണക്കാർക്കൊക്കെ സിമ്പിളായിട്ട് ഇതൊക്കെ വെച്ചിട്ട് നല്ലൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. സ്മഡ്ജ് പ്രൂഫും കൂടെ ആയതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇട്ട അപ്പാടെ തന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് അവിടേക്ക് ഒന്ന് ബ്ലെൻഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അത് കുറച്ചും കൂടെ ഒരു ബ്ലാക്ക് ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, പക്ഷേ എനിക്ക് പറ്റിയില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് നമ്മുടെ ബ്ലഷൊക്കെ ഇട്ട്, ബ്ലഷ് തന്നെയാണ് കേട്ടോ ഞാൻ ഐ ഷാഡോ ആക്കി ഇട്ടിരിക്കുന്നത്. എനിക്ക് സെപ്പറേറ്റ് ഐ ഷാഡോ പാലറ്റോ അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെയൊന്നും യൂസ് ചെയ്യും. ഞാൻ സത്യം പറഞ്ഞാൽ ഐ ഷാഡോ ഞാൻ അങ്ങനെ യൂസ് ചെയ്യത്തേ ഇല്ല. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ അത് ഇടുവാണ് കേട്ടോ. എൻ്റെ ഡെയിലി യൂസിൽ ഞാൻ ഐ ഷാഡോ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. ബ്ലഷൊക്കെ ഇടാറുണ്ട്, അല്ലാണ്ട് ഞാനങ്ങനെ ഐ ഷാഡോ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ഈ മസ്കാരയും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ എവിടെ നോക്കിയാലും എനിക്ക് വെട്ടക്കുറവാണ്. പിന്നെ ഞാൻ ചെറിയൊരു ലൈറ്റിൻ്റെയും പിന്നെ ഒരു ജനലിൻ്റെ ഭാഗത്ത് അത്യാവശ്യം ആ ഒരു ലൈറ്റ് കിട്ടുന്ന ഏരിയ വെച്ചിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്താണ് കേട്ടോ ഈ വീഡിയോസ് എടുക്കുന്നത് തന്നെ. ഒരുപാട് സമയം ബുദ്ധിമുട്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. പിന്നെ കുറച്ച് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ രണ്ട് കവളത്തും താടിയിലും നെറ്റിയിലും ആ ഒരു ഭാഗത്തും പിന്നെ കണ്ണിലും ഒക്കെ അങ്ങനെ ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോഡിയോന്ന് വാങ്ങിച്ചൊരു ബ്ലഷായിരുന്നു കേട്ടോ. ഇത് നല്ല എന്താ പറയുന്നത്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് ഇട്ടുന്ന ആ ഒരു ഫീലിങ്സ് കിട്ടത്തേയില്ല. അത്രയ്ക്കൊരു ലൈറ്റ് വെയിറ്റ് പോലെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സ്പഞ്ച് വെച്ചിട്ടൊന്നും ബ്ലെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ മേക്കപ്പ് ലുക്കൊക്കെ എള്ളിയെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സ്പഞ്ച് എടുക്കുന്നത്. പിന്നെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്താലും മതി കേട്ടോ, ഇതൊന്നും വേണ്ട. അപ്പം ഞാൻ എക്സ്ട്രാ ഒരു സാധനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഈ ഒരു സാധനമാണ് കേട്ടോ. ബ്രഷോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ഒരു സ്പഞ്ച് അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ഐലൈനർ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കാമെന്ന് കരുതി കേട്ടോ. വരച്ചു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ബ്ലാക്ക് കിട്ടുമല്ലോ, ആ ഒരു സ്മോക്കി ഐസിന് വേണ്ടിയിട്ടുള്ള. പിന്നെ ഒന്നുകൂടെ ഒന്ന് സ്പഡ്ജ് ചെയ്ത് ആ ഒരു രീതിയിലാക്കി എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൽ കയ്യിലൊക്കെ പറ്റിയിട്ട് എൻ്റെ തലമേലിലൊക്കെ തുടച്ചിട്ട് അതങ്ങോട്ട് മാറാനേ പാടാണ് കേട്ടോ. അപ്പം കണ്ണിൽ തേച്ചപ്പം ആ ഒരു ഭാഗത്ത് എന്തോ ആ ഒരു ആ ഒരു എണ്ണയുടെ ഒരു ഇതായിരിക്കും ആ ഒരു ഭാഗത്ത് നിന്ന് പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. അങ്ങനെ രണ്ട് കണ്ണിൽ അപ്പാടെ ഒരു സ്മോക്കി ആ ഒരു ലുക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ ഏകദേശം. പിന്നെ നമ്മുടെ സ്റ്റുഡിയോയുടെ തന്നെ മസ്കാര യൂസ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോഴും ഇടാറുണ്ട് മസ്കാര. അങ്ങനെ ഭയങ്കരമായിട്ട് വാരി തേക്കുന്നൊന്നുമില്ല, പിന്നെ ജസ്റ്റ് ഒരു ഷൈനിങ്ങിന് വേണ്ടി അങ്ങനെ എനിക്ക് ആ ഒരു
ലാഷസ് കുറവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് എൻ്റെ ആ ഒരു സംതൃപ്തിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ നന്നായിട്ട് ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്ലഷല്ല, മസ്കാരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം കൈ ഭയങ്കര ഡ്രൈ ആണ് കേട്ടോ. ഫിംഗേഴ്സൊക്കെ ഭയങ്കര ഡ്രൈ ആണ്. വെള്ളം കുടിയൊക്കെ ഇപ്പോൾ കുറച്ച് വീട് മാറിയതിന് ശേഷം കുറച്ച് കുറവാണ് കേട്ടോ. അതുവരെ ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മോയ്സ്ചറൈസറൊക്കെ കയ്യിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കയ്യിലിട്ട് കൊടുത്തെങ്കിൽ എവിടെ തൊട്ടാലും അത് മേത്തൊക്കെ ആയിക്കൊണ്ടിരിക്കും. എങ്കിലും സാരമല്ല, ഇപ്പം ഒരു മെനയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ വീഡിയോസിലൊക്കെ കാണുമ്പം. അങ്ങനെ നമ്മുടെ ആ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഏകദേശം ഒരു സെറ്റായിട്ടുണ്ട്. ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളു കേട്ടോ. അങ്ങനെ നമ്മുടെ കാജലൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇത് നമ്മുടെ സാധാ ഹിമാലയയുടെ കാജലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പം അതും മിക്കവാറും എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അപ്പം അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പം എനിക്ക് ഹിമാലയയുടെ ഈ കാജലൊക്കെ ഇട്ട് കഴിയുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. പിന്നെ ഐ ലൈനർ കൊണ്ട് തന്നെ ഒരു കുട്ടിയൊരു പൊട്ടും കൂടെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ സോഡിയോടെ തന്നെ ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു സെയിം ബ്രാൻഡ് തന്നെയാണ് കേട്ടോ കുറേ നാളും കൊണ്ട് യൂസ് ചെയ്തത്. മാറ്റി പിടിക്കണം, ഷെയ്ഡ് മാറ്റി പിടിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്കിങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. പക്ഷേ എനിക്ക് ട്രൈ ചെയ്യണം. പിന്നെ അതിനുശേഷം നമ്മുടെ ഹെയർ സെറം, നമ്മുടെ ഹെയർ സ്റ്റൈലും കൂടെ മാറ്റാൻ പോവാണ്. അതുകൊണ്ട് ഹെയർ സെറം കൂടെ ഇട്ട് കൊടുക്കാം. സ്ട്രീറ്റ്സിൻ്റെ ഹെയർ സെറം, അത് ഞാൻ വർഷങ്ങൾ കൊണ്ട് ഉപയോഗിക്കുന്ന അത് തന്നെയാണ് കേട്ടോ. പിന്നെ തലയിൽ ചെറിയൊരു ഓയിലുണ്ടോ എന്നൊരു ഡൗട്ട്. ഞാൻ ഷാമ്പു ഇട്ടയാണ്, എങ്കിലും കുഴപ്പമില്ല. നമുക്കൊന്ന് കേളി ഹെയർ ആക്കാമെന്നും കരുതിയാണ് കേട്ടോ. അപ്പം നമ്മുടെ കേളറൊക്കെ ഞാൻ കുത്തി സെറ്റാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ലുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ.